ഹലോ ഫ്രണ്ട്സ്, ഫിഫ്ത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കാണ് കാസ്റ്റിഗ്ലാനോസ് തിയറം. ഇതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സെക്കൻഡ് തിയറിൻ്റെ ശേഷമാണ് ഫസ്റ്റ് തിയറം വരുന്നത്. അതുകൊണ്ടാണ് ആദ്യം കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം പറയുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി സെക്കൻഡ് തിയറാണ്. ഇനി നമുക്ക് ഈ ഒരു തിയറം എന്താണ് പറയുന്നത് നോക്കാം. നമ്മളൊരു റാൻഡായിട്ടൊരു ഷേപ്പിലുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്യാം. ഈ ബോഡിയിലുള്ള ഓരോ പോയിൻറ്റിലും ഓരോ ലോഡ് വരുന്നുണ്ട്. ഈ ഒരു പോയിൻറ്റിലുള്ള ലോഡാണ് P1 കൊണ്ട് ഈ ഒരു പോയിൻ്റിൽ ഉണ്ടാകുന്ന ഡിഫോർമേഷനാണ് x1 എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എവിടെ ഇഷ്ടമുള്ള പോലെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക, അവിടെ ലോഡ് കൊടുക്കുക, P2 കൊടുക്കുക. ഈ P2 എന്ന ലോഡ് കൊണ്ടുള്ള ഡിഫോർമേഷനാണ് x2 എന്ന് പറയുന്നത്. P3 എന്നുള്ള ലോഡ് കൊണ്ടുള്ള ഡിഫോർമേഷനാണ് x3 എന്ന് പറയുന്നത്. P4 കൊണ്ടുള്ള ഡിഫോർമേഷനാണ് x4. P5 കൊണ്ടുള്ള ഡിഫോർമേഷനാണ് x5 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ P1, P2, P3, P4, P5 5 ലോഡ് ഇഷ്ടമുള്ള ലോഡ് കൊടുക്കാം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അവർക്ക് എന്തുണ്ട്, ഡിഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ഇനി ഈ തിയറം പറയുന്നത് ഇവിടെയുള്ള ഏത് പോയിൻറ്റിലെ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഏത് പോയിൻറ്റിലെ ഡിഫോർമേഷനും ഇതിലുള്ള ടോട്ടലി ലോഡ് കൊണ്ടുള്ള ഒരു എനർജി ഉണ്ടാവും. ആ എനർജിനെ ആ ലോഡ് കൊണ്ട് കറസ്പോണ്ടിങ് ലോഡ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ തിയറം പറയുന്നത് മറ്റൊന്നുമില്ല. തിയറം പറയുന്നതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോ P1. എന്താണ് ഡോ P1 എന്ന് പറഞ്ഞാൽ P1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തത് അല്ലേ. എന്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്? യുവിനെ. യു എന്നുള്ളത് എന്താണ്? യു എന്നുള്ളത് സ്ട്രെയിൻ എനർജിയാണ് ഡ്യൂ ടു ടോട്ടൽ ലോഡ്. എല്ലാ ലോഡ് കൊണ്ടുള്ള സ്ട്രെയിൻ എനർജിയാണെന്ത്? യു. അപ്പോൾ യുവിനെ P1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ x1 കിട്ടും. യുവിനെ P2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആ പോയിൻറ്റിലുള്ള ഡിഫോർമേഷൻ കിട്ടും. P4 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താലോ ആ പോയിൻറ്റിലുള്ള ഡിഫോർമേഷൻ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം പറയുന്നത്. നമുക്ക് ജനറലി ഒരു ടേം കൊടുക്കാം, xi എന്ന പോയിൻറ്റിലുള്ള ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഡോ യു ബൈ ഡോ Pi. എന്നുള്ള Pi എന്ന ലോഡ് കൊണ്ടുള്ള ഡിഫോർമേഷനാണ് xi. മനസ്സിലായില്ലേ? P2 കൊണ്ടുള്ള ഡിഫോർമേഷനാണ് x2. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് വരാം? ഒരു എക്സാമ്പിൾ, x2 എന്ന് പറഞ്ഞാൽ കിട്ടണമെങ്കിൽ x2 കിട്ടാൻ മാർഗ്ഗം എന്താണ്? ഡോ P2 ഓഫ് യുവിനെ P2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ തിയറാണ് എന്ത് പറയുന്നത്, നമ്മുടെ കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ഇത്ര മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് എഴുതി വെക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ഡെഫിനിഷനാണ്. എന്താണ് അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ത് വരും? ഇതിൻ്റെ ഡെഫിനിഷൻ വരിക, ലെറ്റ് കൺസിഡർ P1, P2, P3 etc. be the load acting on a body and x1, x2, x3 be the corresponding deformation അല്ലേ. അപ്പോൾ P1, P2, P3 കൊണ്ടൊക്കെ ഉള്ള ഡിഫോർമേഷനാണ് ഒരു x1, x2, x3 ഒക്കെ. എന്നിട്ടാണ് നമ്മൾ തിയറത്തേക്ക് പോകുന്നത്. എന്നിട്ട് പറയാണ്, അങ്ങനെയാണെങ്കിൽ the deformation at any point will be എന്തായിരിക്കും? എങ്ങനെ ഇത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുക? will be the partial derivative of strain energy ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് റെപ്രസെൻ്റ് ചെയ്യാം? യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും. എങ്ങനെ? വിത്ത് റെസ്പെക്ട്
with respect to corresponding ലോഡ് അറ്റ് ദാറ്റ് പോയിൻ്റ്. ആ പോയിന്റിലുള്ള ലോഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞത്. P1 P2 P3 എന്നുള്ള ലോഡും x1 x2 എന്നുള്ള ഡീഫോർമേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് തിയറം പറയുന്നത്? ഈ ഡീഫോർമേഷൻ അറ്റ് എനി പോയിന്റ് വിൽ ബി ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് അറ്റ് ദാറ്റ് പോയിന്റ്. x1 വരുമ്പോൾ P1, xi വരുമ്പോൾ Pi, x2 വരുമ്പോൾ P2. അതാണ് എന്ത് പറയുന്നത്? കാസ്റ്റിഗ്ലാനോ സെക്കൻഡ് തിയറം പറയുന്നത്. ഇനി നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ എങ്ങനെ വരുന്നുണ്ടോ നോക്കുകയാണെങ്കിൽ. നമുക്കറിയാം x1 എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ച ടൈമാണ്. എന്താണ് x1 എന്ന് പറഞ്ഞാൽ? x1 എന്ന ടൈംസ് നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് x1? ഇതാണ് നമ്മുടെ x1, α11 P1 പ്ലസ് α12 P2. അത് കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൂഫ് ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്. സോ x1 എങ്ങനെ വരണം, എങ്ങനെ ഇത് ചെയ്യാം? ഡോ ബൈ ഡോ P1 U, യുവിനെ വിത്ത് റെസ്പെക്ട് ടു P1 ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിലൂടെ യു ഉണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ കയ്യിലുള്ള യു. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഡോ ബൈ ഡോ P1, ഡോ ബൈ ഡോ P1. ആരാണ് നമ്മുടെ കയ്യിലുള്ള യു എന്ന് എഴുതാൻ പോവാണ്. ഹാഫ് ഇൻറ്റു α11 P1 സ്ക്വയർ പ്ലസ് ഹാഫ് വേറെ ഹാഫ് കൊടുക്കുകയാണ് α22 P2 സ്ക്വയർ പ്ലസ് ഇവിടെ ഹാഫ് കൊടുക്കുമ്പോൾ എന്ത് വരും? 2 കട്ടായി പോകും. അപ്പോൾ α12 P1 P2 ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തൊക്കെ വിത്ത് റെസ്പെക്ട് ടു P1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേമിൽ P1 ഉണ്ട്, ഇവർ കോൺസ്റ്റൻ്റ് ആണ് ആദ്യം എഴുതാൻ പോകുന്നത്. ആൽഫ ഹാഫ് ഇൻറ്റു α11 P1ൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. P1 സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് എന്ത് വരാം? 2P1. ഇതിൽ പിന്നെ P1 എന്ന ടേം ഇല്ലാത്തതുകൊണ്ട് ഇത് എന്തായി? 0 ആയിപ്പോയി. ഇതിൽ P1 ഉണ്ട്. കോൺസ്റ്റൻ്റ് ആരൊക്കെ വരിക? α12 കോൺസ്റ്റൻ്റ് ആണ്, P1 കോൺസ്റ്റൻ്റ് ആണ്. P2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? കോൺസ്റ്റൻ്റ് ആദ്യം എഴുതുക, α12 P1 മാത്രം വരും. ഇതിൽ 2 കട്ടായി പോകും. ബാക്കി ആരുണ്ടാവും? α11 P1 പ്ലസ് α12 P1. ഇവിടെ കോൺസ്റ്റൻ്റ് ആര് വരിക? കോൺസ്റ്റൻ്റ് വിത്ത് റെസ്പെക്ട് നമ്മളോട് ചെയ്യുന്നത് P1 ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് P2 അല്ലേ വരിക? അപ്പോൾ α12 P2 ആണ് ഇവിടെ വരും കേട്ടോ. അപ്പോൾ എന്ത് വരും? α12 P2 അല്ലേ? ഇതല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ ടേം? നേരത്തെ നമുക്ക് കിട്ടിയത് എന്താണ്? നേരത്തെ നമുക്ക് കിട്ടിയത് x1 എന്ന് പറഞ്ഞാൽ α11 P1 പ്ലസ് α12 P2. നമുക്കിവിടെ കിട്ടിയത് നോക്കിയേ, x1 എന്ന് പറഞ്ഞാൽ α11 P1 പ്ലസ് α12 P2. ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ തിയറം. ഇതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് പ്രൂവ് ചെയ്ത് നോക്കുക? x2 ഈക്വൽ ടു ഡോ യു ബൈ ഡോ P2 കൂടി ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും മുമ്പ് നമുക്ക് ചെയ്ത് കിട്ടിയ പോലെ x2ൻ്റെ ഈ ടൈം ആയിരിക്കും α21 P1 പ്ലസ് α22 P2. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമാണ് നമുക്ക് കിട്ടുക. xi ഈക്വൽ ടു ഡോ യു ബൈ ഡോ Pi. ഇതാണ് എഴുതി വെക്കേണ്ടത്. അതിൻ്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക. നമ്മളിവിടെ പറഞ്ഞ പോലെ പ്രൂഫും എഴുതി വെക്കുക. അതാണ് കാസ്റ്റിഗ്ലാനോസ് സെക്കൻഡ് തിയറം പറയുന്നത്.